പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഏത് നേരം ഇതല്ലേ ചെയ്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ പിള്ളേരും അങ്ങനെയല്ലേ വരത്തുള്ളൂ അല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞ് മിനി വ്ളോഗ് വീഡിയോയാണ്. അതായത് ഇന്ന് രാവിലെ തൂത്തുവാരുന്ന തുടക്കലും എല്ലാം കഴിഞ്ഞു, ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ അലമാരിയെല്ലാം ക്ലീൻ ചെയ്ത് ഫോട്ടോസും എല്ലാം ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഒത്തിരി നാൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇന്നാണ് സമയം കിട്ടിയത്. അച്ഛയമ്മ രാവിലെ ആശുപത്രിയിൽ പോയി. കച്ചയുടെ കണ്ണിൻ്റെ കാര്യത്തിന് വേണ്ടി കുറേ ദിവസമായിട്ട് ആശുപത്രിയിലുള്ള അലച്ചിട്ടൊക്കെയാണ്. അപ്പോഴത്തേ ഞാൻ മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ടുണ്ട്. എനിക്ക് പൊടിയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര തലവേദന, സൈനസൈറ്റിസ് ഉള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പൊടി അടിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്നേരം മാസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തൂത്ത് വരുന്നതും എല്ലാം മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിറ്റം അടിക്കുന്നത്. അപ്പോഴത്തേ ഞാൻ എല്ലാം ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യമേ കൈ ഫോണിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഫോൺ തന്നെ താഴെ പോവോ അല്ലെങ്കിൽ ക്യാമറ ശരിക്കും കാണുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പതുക്കെ ഒന്ന് തൂത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം മോളിൽ നിന്നും എല്ലാം ചുക്കിലെല്ലാം തൂത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരത്തേക്കിനും പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമല്ലോ, പിള്ളേരെ നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ഒത്തിരി നാളായിട്ട് വിചാരിക്കുമല്ലോ, അപ്പോൾ പിന്നെ അതിനി മാറ്റി വെക്കണ്ടല്ലോ എന്നോർത്ത്, ഒന്ന് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ ഇരിക്കുമല്ലോ എന്നോർത്ത് പിന്നെ ഞാൻ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. കിച്ചിക്കുട്ടനെയും കാശിക്കുട്ടനെയും മാറ്റി നിർത്തിയിട്ട് നനഞ്ഞ തുണിയൊക്കെ കൊണ്ടുവന്നാണ് പൊടിയൊക്കെ ഒത്തിരി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടി വി സ്റ്റാൻഡെല്ലാം തൂത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ടി വി സ്റ്റാൻഡിൻ്റെ മണ്ടേ വിരിച്ചിരിക്കുന്ന തുണിയെല്ലാം മാറ്റിയിട്ട് വേറെ തുണിയൊക്കെ ഇടുവാണ്. എനിക്ക് സ്ഥിരം ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. അതിന് ശേഷം ഞാൻ പതുക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഫാനൊക്കെ നിർത്തിയിട്ട് പൊടി പറക്കാതിരിക്കാൻ വേണ്ടി പതുക്കെയാണ് കേട്ടോ മുകളിലത്തെ എല്ലാം പെറുക്കി മാറ്റുന്നത്. ഒത്തിരി ചുക്കിലിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു ഈ ഫോട്ടോയൊക്കെ. ഒത്തിരി നാളെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്നും തൂത്തുമായിട്ട് തുടയ്ക്കുന്നത് അല്ലാതെ ഇതൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് മെനക്കെട്ട് കേട്ടോ. അപ്പോൾ അതേ ഫോട്ടോസ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഏട്ടൻ്റെ ജോലി സ്ഥലത്തുനിന്ന് കിട്ടിയ മൊമെൻറ്റോ അതൊക്കെയുണ്ട്, ഒത്തിരി ഉണ്ട്. അതെല്ലാം ചുക്കിലി കയറിയും പൊടി പിടിച്ചും എല്ലാം ഇരിക്കുമായിരുന്നേ. ഇവിടെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒത്തിരി പൊടിയാണ്. നമ്മൾ എത്ര തൂത്ത് തുടച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പം വീണ്ടും അതുപോലെ തന്നെ പൊടിയാവും. അപ്പോൾ എനിക്ക് ഏത് നേരം 24 മണിക്കൂർ ഞാൻ ജോലിയും കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഏട്ടൻ്റെ ജോലി സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. ട്രോഫിയും മൊമെൻറ്റോയും എല്ലാം ഉണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബാലി പോകാനുള്ള ട്രിപ്പൊക്കെ രാവിലേട്ടന് കിട്ടിയായിരുന്നു. അങ്ങനെ ബാലിയിൽ പോയായിരുന്നു രാവിലേട്ടൻ. ഓഫീസിൽ നിന്ന് കിട്ടിയതായിരുന്നു രാവിലേട്ടൻ. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നല്ലൊരു അനുഭവം രാവിലേട്ടന് ഉണ്ടായിട്ടുണ്ട്. ബാലിയിൽ പോകാനായിട്ടുള്ളൊരു അവസരമൊക്കെ രാവിലേട്ടന് കിട്ടി. അതിൻ്റെയൊക്കെ സംഭവങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ എന്തോ ലോൺ ഓഫീസറായിരുന്നു രാവിലേട്ടൻ ജോലി സ്ഥലത്ത്, നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത്. അവിടുത്തെയാണ് കേട്ടോ ഇതെല്ലാം. അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം വെച്ചതിന് ശേഷം കിച്ചിക്കുട്ടനെയും കാശിക്കുട്ടനെയും കുളിപ്പിക്കാൻ വേണ്ടി സമയമായി. എന്നിട്ടേയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി തലയിൽ ആസനാദിപ്പൊടിയൊക്കെ ഇടുവാണേ. രാവിലെയും കുളിപ്പിക്കും, വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്കും ദേഹവും കഴുകും. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് കിച്ചിക്കുട്ടനെ കുളിപ്പിച്ചെല്ലാം കൊണ്ടുവന്നത് കഴിഞ്ഞ് കാശിക്കുട്ടനെയും കുളിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം രസനപ്പൊടിയൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ മാറുവാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ ഗായ്സ്? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരുടെ പുറകെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ ആ ചെയ്യുന്ന പണി അങ്ങ് വിട്ടുപോകും. എന്നാലും അവന്മാരുടെ കാര്യവും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് മാക്സിമം ഞാൻ ഒഴിവാക്കി നിർത്തിയത്. ഈ നമ്മുടെ അലമാരിയൊക്കെ തുടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് തീർക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നാലും ഇവന്മാരുടെ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ പോയി അത് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയത് അവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇത്. നല്ല രസമില്ലേ കാണാനായിട്ട്? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പൊങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കിപ്പം കിച്ചിക്കുട്ടനും കാശിക്കുട്ടനും ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും ജോലികളൊക്കെ ഒത്തിരി നമ്മൾ നിന്നൊക്കെ ചെയ്യത്തില്ലേ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാനൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ദേഹത്തിന് വേദനയും പ്രശ്നങ്ങളും എല്ലാം. എനിക്കിങ്ങനെ ഓടി നടന്ന് പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഭയങ്കര വയ്യാഴിക്കണം. അത് എന്നാന്ന് എനിക്കറിയത്തില്ല. പിള്ളേരെ ഗർഭിണിയായതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു അസുഖം തുടങ്ങിയത്. അതിൻ്റെയൊക്കെ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, പ്രസവശേഷം എനിക്ക് വന്ന പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഉച്ചയ്ക്ക് കടലക്കറി മീൻമറുത്തൊക്കെ കൂട്ടി ചോറുണ്ട്. അവർക്കും ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏത് നേരം തൂത്തുവാരും തുടയ്ക്കലും ചെയ്യുന്നത് കണ്ട് പിള്ളേർ ഇപ്പോൾ ആ രീതിയാണ് കേട്ടോ. ചൂലും കാണാൻ മേല, മോപ്പും കാണാൻ മേല. മോപ്പ് കണ്ടാൽ ഉടനെ തുടയ്ക്കാനായിട്ട് നടക്കും, ചൂല് കണ്ട ഉടനെ തൂത്തുവാരം നടക്കും. അപ്പോഴത്തേക്ക് ആശി അവിടെ നിന്ന് ഇങ്ങനെ തൂത്തുകൊണ്ട് വരുവാണ്. ഇപ്പം അത് ചുമ്മാ തൂക്കുന്നതാണ് കേട്ടോ. രാവിലെ തൂത്തുവാരൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ചൂല് കണ്ടപ്പോഴത്തേക്കും അവന്മാരങ്ങ് തൂക്കുന്നതേ ഉള്ളൂ കേട്ടോ. തൂത്തുവാരി ഒരാൾ കൊണ്ടുവന്നത് വേണ്ടത് ഇത് അടുത്താണ് കാണേണ്ടത്. സെറ്റീഡായിട്ട് തൂക്കുന്നത് കണ്ടോ? നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെയാണോ ഗൈസ്? ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അടിഭാഗത്തുനിന്ന് എല്ലാം തൂത്തിറക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ചേട്ടായി വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടായി ചൂലും വാങ്ങിച്ച് തൂക്കുവാണേ. അപ്പം അടുത്തയാൾ നമ്മുടെ ഡസ്റ്റ്ബിൻ എടുക്കാൻ പോയി.
അതും എടുത്തുകൊണ്ട് വന്ന് തൂത്തുവാരി എടുത്തുകൊണ്ട് വന്ന് പിന്നെ തൂത്ത് കൂട്ടലായി വാരലായി മൊത്തം പരിപാടികളും. അതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് പോയേ. പോപ്കോൺ ഇപ്പം മൂത്ത നാത്തൂൻ എറണാകുളത്ത് നിന്ന് അച്ഛൻ പോകുന്നപ്പോഴത്തേക്കും പോപ്കോൺ കുറേ കൊടുത്ത് വിടും. കിച്ചുകുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോണ്. അപ്പോൾ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് കാണും, അത് എപ്പോഴും ഇതുണ്ടാക്കലാണ് പരിപാടി. അപ്പം ഞാനും വേണ്ട അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത് ഇനി കുളിക്കാനായിട്ടൊക്കെയുള്ള പരിപാടികളും നോക്കാൻ വേണ്ടി പോവുകയാണ്. അന്നേരം നല്ല രസമാണ് പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്